തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ ബസ് യാത്ര ചെയ്യുമ്പോൾ ഈ ചിറ ഞാൻ മിക്കപ്പോഴും കാണാറുണ്ടായിരുന്നു. അപ്പം ഇറങ്ങണമെന്ന് പല പ്രാവശ്യം തോന്നി. ഇന്നാണ് ഇറങ്ങാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ വീഡിയോയുമായി മുന്നിൽ വരുന്നു. അതോടൊപ്പം എൻ്റെ സഹോദരി ഇതാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ജയശ്രീ, എങ്ങനെയുണ്ട്? ചിറ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? പറഞ്ഞോളൂ. ചെറിയൊരു നല്ല സൈഡിലൂടെ ചെടികളുണ്ട്. അതോ ചെടികൾ അവിടെ എവിടെയായി പിടിപ്പിച്ചിരിക്കുന്നു. ബസ് റൂട്ടാണ് ഈ സൈഡിലേക്ക്, അതായത് അതിൻ്റെ ഒരു സൈഡ് വശത്തേക്ക് കടന്നിരിക്കുന്നു. ആ സൈഡിൽ നിന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. 4 വശവും കമ്പികൾ കൊണ്ട് കെട്ടിയിരിക്കുന്നു. ഇതാണ് അമ്മാവൻ. ചെറിയുടെ ഭംഗി ആസ്വദിക്കുകയാണ്. എന്നോടൊപ്പം വെള്ളം കിടക്കുന്നത് നീല കളറാണെന്ന് നമുക്ക് തോന്നും. ആഴം എത്രയാണെന്നൊന്നും നമുക്കറിയില്ല. അനിയത്തി വീണ്ടും ചെടികളും എല്ലാം നോക്കി കൗതുകത്തോടെ നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ സൂര്യകാന്തി പൂക്കൾ, ഞങ്ങളിതിന് സൂര്യകാന്തി എന്നാണ് പറയുന്നത്. വീതിയിലുള്ള നടവഴി, സൈഡിലൂടെ പച്ചപ്പുകളും വീടുകളും എല്ലാം നമുക്ക് കാണാം. ഇവിടെ ഒരു ഓഡിറ്റോറിയം പണിയുന്നതെന്ന് തോന്നുന്നത്. അവിടെ ഒരു ഓഡിറ്റോറിയം പണിയുന്നുണ്ട്. അപ്പുറത്തൊരു മാവ്, പിന്നെ കുറേ കെട്ടിടങ്ങൾ. അതായത് ഒരു പട്ടണത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. ഇത് ചെറിയുടെ 4 വശവുമാണ്. എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. ഈ പാതയിലൂടെ, അതായത് വീതിയുള്ള നടപ്പാതയിലൂടെ നടന്ന് ഞാൻ മറുവശത്തേക്ക് എത്തിയിരിക്കുന്നു. അവിടെയും ഇവിടെ നമുക്ക് ചിറയിൽ നിന്ന് കരിങ്കല്ലുകൾ കൊണ്ട് കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഇതാണ് കരിങ്കല്ലുകൾ കെട്ടിയിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ മനോഹരമായ വീതിയുള്ളൊരു നടപ്പാത. ഈ വശം അങ്ങ് എത്ത വരെയാണ് നടന്ന് ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്നാൽ നമുക്ക് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. വെള്ളത്തിൽ ഒരു ചപ്പോ ചവറോ ഒന്നുമില്ല. വളരെ ഭംഗിയായിട്ട് വെള്ളം, എത്രയോ മനോഹരമായി. ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാനൊരു നടയുണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് നോക്കട്ടെ. കുറച്ചുകൂടി ഇവിടെയും നട വഴി നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാം. ആ നടകളാണ് കാണിച്ചിരിക്കുന്നത്. 4-5 നടകളുണ്ട്. അതാ വെള്ളത്തിന് അടുത്ത് വരെ നമുക്ക് നടകൾ കടന്ന് ഇറങ്ങാം. നടപ്പാത എന്ന് പറഞ്ഞാൽ നല്ല വീതിയിലുള്ളൊരു നടപ്പാതയാണ് കേട്ടോ. അത് തന്നെ ഇവിടെ അതുപോലെ തന്നെ തുടരുന്നു. ഇനി വേറൊരു സംവിധാനവും വെള്ളത്തിൻ്റെ ഒക്കെ ഇറങ്ങാനുള്ളതുണ്ട്. അതിനടുത്തേക്കാണ് ഞാൻ നടന്നു പോകുന്നത്. നടന്ന് അടുത്ത വശത്തേക്ക് ഞാനെത്തി. ഇതുപോലെ തന്നെ വീതിയുള്ള നടപ്പാതകൾ. കുറേ പേർക്ക് വേണമെങ്കിലും നമുക്ക് നടന്നു പോകാം. വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള അടുത്ത സംവിധാനവും ഇവിടെ തന്നെയാണ്. ഒരു ടാറിങ് റോഡുണ്ട് തൊട്ടടുത്ത്. ഇതിൻ്റെ ഈ വശത്ത്, അതായത് ഇപ്പോൾ നടന്നു പോകുന്ന വശത്തോടെ ഒരു ടാറിങ് റോഡുണ്ട്. ഇവിടെ അടുത്തൊരു സർക്കാർ മൃഗാശുപത്രിയുണ്ട്. ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സംവിധാനം അടുത്തതും കൂടി നമുക്കൊന്ന് കണ്ടുവരാം. ഇത്രയും വീതിയിലുള്ള സ്ഥലമാണ് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ളത്. കൂടാതെ ഇവിടെ ഒരു സ്റ്റെപ്പ്, ഇരുവശത്തുനിന്ന് സ്റ്റെപ്പ്, നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഈ വശത്തെ സ്റ്റെപ്പ്. അത് കൂടാണ്ടതാ ഇവിടെ ഒരു അപകടം ആർക്കും കൂടാണ്ട് ഇറങ്ങാൻ വേണ്ടി വീതിയിലുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ നടന്ന് ഇപ്പം ഞാൻ 4ാമത്തെ വശത്ത് എത്തിയിരിക്കുന്നു. എല്ലായിടും ഇതുപോലെ തന്നെ, എല്ലാം വളരെ ഭംഗിയായി മനോഹരമായിട്ടും ആരെങ്കിലും വന്നാലും പെട്ടെന്നൊരു അപകടം വരില്ലാത്ത രീതിയിൽ, പെട്ടെന്നല്ല ഒരിക്കലും ഒരു അപകടം വരില്ല, അത്രയ്ക്ക് ഭംഗിയായി മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. അങ്ങനെ ചെറിയുടെ ഒരു വശത്തോടെയുള്ള യാത്ര ഞാൻ പൂർത്തിയാക്കി ദൂരെ നിന്നൊരു ദൃശ്യം കൂടി എടുക്കുന്നു. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത ആനിക്കാട് എന്ന സ്ഥലത്ത് ഉള്ള ചിറയാണിത്. ഈ ചിറയുടെ ആഴം കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. വിസ്തൃതിയും നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്നില്ല.